1945 45 ഇത്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ബേക്കൽ ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഒരു വാർ മ്യൂസിയം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. അതായത് യുദ്ധകാലത്തിലെ ഓരോരോ സംഭവങ്ങൾ, ഇതാ ഓരോരോ ആൾക്കാരുടെ ഷൂസും കാര്യങ്ങളും. ഇത് പണ്ട് 1940 മുമ്പേ ഉള്ള ആ ഓരോ ഷൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ മ്യൂസിയത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇന്ത്യക്ക് എല്ലാ ഭാഗത്തും അത്രയും ഒരു ഭയങ്കര ഇതായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഇത്. പിന്നെ അത്രയും സംഭവങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഇതാണെന്നെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡിൽ. പിന്നെ ഓരോരോ പദവീൻ്റെ ആ ചിഹ്നം ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ അവരുപയോഗിച്ച ഒരു ഇതെന്താണ് ചെയിൻ കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഓരോന്നൊന്നും എനിക്ക് അങ്ങനെ പറയാൻ കിട്ടുന്നില്ല. ഒക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. പിന്നെ ഇതിൽ മൊബൈൽ ഫോൺ കാണുന്നുണ്ട് കേട്ടോ. പണ്ട് ആ യൂസാക്കിയ ഫോൺ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഐറ്റം കാണുന്നുണ്ട്. പിന്നെ ബുള്ളറ്റ് വരുമ്പോൾ ആ ഒരു സംരക്ഷിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, ആ ഒരു നമ്മുടെ ഡ്രസ്സിന് മേലെ ആ ഒരു സംഭവം കണ്ടു. പിന്നെ ആ തോക്കുണ്ടായിരുന്നു. പിന്നെ ഓരോ പദവിയിലെയും വസ്ത്രധാരണങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടോ. നമ്മുടെ ഫാറ്റ്മാൻ നാഗസാക്കി 1945 ആഗസ്റ്റ് 9 നടന്ന. പിന്നെ ലിറ്റിൽ ബോയ്, അതായത് ആഗസ്റ്റ് 6 1945 ഹിരോഷിമ നാഗസാക്കി ദിനത്തിലെ ബോംബിൻ്റെ മാതൃകയാണ് കേട്ടോ ഇത്. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളെ എന്തെന്ന് ചുട്ടരിച്ച് കൊന്ന നമ്മുടെ ലിറ്റിൽ ബോയും, അതായത് നാഗസാക്കി ഹിരോഷിമ. അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരോ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഒരുപാട് ബാഗ്, അങ്ങനെ ഓരോ ഐറ്റെല്ലാം കാണുന്നുണ്ട്. ഇവിടെ വെച്ചാണ് പുതിയൊരു സംഭവം തുടങ്ങുന്നത് കേട്ടോ. മെതിയടി കാണുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ഫോൺ ഉണ്ടല്ലോ, ഈ ഒരു ടൈപ്പ് ഫോൺ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫോൺ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയിൽ വരുന്നുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇത് പ്രൊജക്ടറാണ് പണ്ടത്തെ. പിന്നെ ഇതാ ഒരു പ്ലേറ്റ് കാണുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. വെറ്റിലച്ചെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് അങ്ങനെ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല, ചെറിയതായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. നാളികേരം കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതെന്താ സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മദ്യക്കുപ്പി എന്നല്ലല്ലോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ
പാട്ടുപെട്ടി കാണുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ നമ്മൾ പണ്ടത്തെ പഴയ സിനിമകളിലെല്ലാം മൂവീസിലെല്ലാം കാണുന്ന സംഭവമല്ലേ. പിന്നെ നമ്മുടെ ഒരു ലാമ്പ് കാണുന്നുണ്ട് കേട്ടോ. ഒരു എത്രയോ കാലത്തെ ആയിരിക്കില്ല ഇതെല്ലാം. പിന്നെ സ്റ്റൗ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം കോരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ശംഖുകൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരൈറ്റം ഉണ്ടല്ലോ, പേളിനെ കൊണ്ടുള്ള മാലയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേൾസ് എല്ലാം കാണുന്നുണ്ട് അവിടെ. ശംഖ്, നല്ല വെറൈറ്റി ഓഫ് ശംഖ് കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയ സമയത്ത് പണ്ടത്തെ ഒരുപാട് നാണയങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിൽ നാണയങ്ങളായിരുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ആരും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഏറെ എന്നെ ശ്രദ്ധ ആകർഷിച്ച എന്താ അറിയോ, ഈ നവരത്നങ്ങളാണ് കേട്ടോ. ഇതാ എത്ര നവരത്നങ്ങളുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ബോർഡെല്ലാം കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ചെസ് കളിക്കാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ഇതാണ് ചെസ്. പിന്നെ പണ്ടത്തെ ഒരുപാട് വാച്ചുകൾ കാണുന്നുണ്ട്. ഇത് വെള്ളിത്തട്ടാണ് കേട്ടോ. പിന്നെ ഇതാ വീണ്ടും കോയിൻസ് തന്നെയാണ്. അതിന് ശേഷം കുറേ നോട്ട്സും അതേപോലെ പണ്ടത്തെ നോട്ട്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതൊരു റേഡിയോ ആണ്, വാൽവ് റേഡിയോ. പിന്നെ വീണ്ടും നമ്മൾ ഇപ്പോഴത്തെ 10 റുപ്പീസ് 20 റുപ്പീസ് അങ്ങനെ പഴയ 1 രൂപ നോട്ട്, 2 രൂപ നോട്ട്, അങ്ങനെ ഓരോരോ ഐറ്റങ്ങളുണ്ട്. പിന്നെ മെയിൻ എന്നെ ആകർഷിച്ചത് ഭഗവത്ഗീതയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്കതൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കണം എന്ന് തോന്നി. പക്ഷേ ചില്ല് ഗ്ലാസ്സിനകത്തായതുകൊണ്ട് തന്നെ അതങ്ങനെ നോക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വീണ്ടും കോയിൻസ്, പിന്നെ താളിയോല ഗ്രന്ഥങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരുപാട് കാലത്തെ താളിയോലകളായിരിക്കുമല്ലോ. പിന്നെ ബാഡ്ജ് കാണുന്നുണ്ട്. അങ്ങനെ അവിടെ അത് കഴിഞ്ഞു. പിന്നെ ഒരുപാട് ഒട്ടിച്ചിട്ടെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വാദ്യോപകരണങ്ങളെല്ലാം കാണുന്നുണ്ട്, കിണ്ണം കാണുന്നുണ്ട്. പിന്നെ വിളക്ക്, വിളക്ക് കാണുന്നുണ്ട്, കൊടിവിളക്ക് കാണുന്നുണ്ട്, കിണ്ടി കാണുന്നുണ്ട്, ലക്ഷ്മി വിളക്ക് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു, പറയാനൊന്നുമില്ല, നിങ്ങൾ കണ്ടു നോക്ക്.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.